എന്താ ശോഭ റെഡി ആയിട്ടില്ല ഇത്ര നേരമായിട്ട്? ലിപ്സ്റ്റിക് ലാസ്റ്റ് വൺ ആണ്. വേഗം ടച്ചപ്പ് ചെയ്തിട്ട് പോവാ. കുട്ടി കുട്ടി റെഡിയായില്ലേ? റെഡിയാക്കിയിട്ടുണ്ട്. ഉറങ്ങി എണീറ്റാ? ഓ, ഡയപ്പറൊക്കെ ഇട്ട് കൊടുത്താ? എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് പറയൂ. ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി ഹായ് പറയടാ കുഞ്ഞിപ്പെണ്ണേ. ഹായ് ഹായ് പറയൂ. ഹായ് പറയൂ. ഇപ്പൊ നിന്റെ വല്ല പരിപാടിക്ക് പോണ പോലെയാണല്ലോ നീ കാണിച്ചു കൂട്ടുന്നത്. അതെ, എന്നാലും വീഡിയോ ഒക്കെ എടുക്കുമ്പോ ലിപ്സ്റ്റിക് ഒക്കെ ഇടണം അല്ലേ, അതുകൊണ്ട് ഇടുന്നു. അതെ, അല്ല നിനക്കാണോ ഇന്നത്തെ ഡേ അതോ കുട്ടിക്കുള്ളതാണോ ഇന്നത്തെ ഡേ? കുട്ടിക്കുള്ള ഡേ ആണെന്ന്. പക്ഷെ അമ്മയും കൂടി വരും കണ്ടേ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ പരിപാടിയിലാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ സ്പെഷ്യൽ ഡേ ആണെന്ന്. അതെന്താണെന്ന്? അതെ, നമുക്കാണ് സ്പെഷ്യൽ ഡേ. അവൾക്കും സ്പെഷ്യൽ ഡേ ആണ്. അതാ ചിരിച്ചുകൊണ്ടിരിക്കണ ആള്. ചിരിക്ക് ചിരിക്ക് കുഞ്ഞിപ്പെണ്ണേ, ചിരിക്ക് ചിരിക്ക്. നല്ല കുട്ടി, ചിരിക്കിട്ടാ. ഒന്നും കൂടി ചിരിക്കാം, ഒന്നും കൂടി ചിരിക്ക്. കുഞ്ഞു പെണ്ണെവിടെ? അമ്മന്റെ കുഞ്ഞു കുട്ടി എവിടെ? ഗൈസ്, അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അവരവിടെ വെയിറ്റ് ചെയ്യണം അല്ലേ നമുക്ക് വേണ്ടിയിട്ട്? അതെ, ഞാനൊന്ന് റെഡിയായി, നമുക്കൊന്ന് ഇറങ്ങാം അല്ലേ? നമുക്ക് പിന്നെ റെഡി ആവേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളാണ്. ഈ പെണ്ണുങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഒരുക്കങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ? കൂടുതൽ പറഞ്ഞാൽ കുറച്ച് കൂടുതലല്ല, ഒരുപാട് കൂടുതൽ അല്ലേ? അതെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോകാനുള്ള പരിപാടിയിലാണ് കേട്ടാ. ഏകദേശം കഴിഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞാ? എന്ത്? അല്ല, നിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ? ബാഗിൽ കുറച്ച് 2-3 സാധനങ്ങൾ ആക്കണം, അത്രേ ഉള്ളൂ, വേറെ. ഓക്കെ, അപ്പൊ ആളെണിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാ. പോവാ നമുക്ക്. ഇനി പിന്നെ നമുക്ക് പോവാ. ടാറ്റാ പോവാ, ടാറ്റാ പോവാ. വാ വാ വാ, എനിക്ക് 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 ടാറ്റാ പോവാ. വാ 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 വാ. കള്ളിപ്പെണ്ണാണ്, കള്ളിപ്പെണ്ണ് അല്ലേ? കള്ളിപ്പെണ്ണാണ് അല്ലേ? അച്ഛനും മോളും ഒരേപോലെ കളറാണ് അല്ലേ? അതാ, ശരിയാണല്ലോ. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടാ. ഞാൻ മാത്രം മാറി, എന്റെ ഇങ്ങനത്തെ ഇല്ലാട്ടാ. ഞാൻ ശ്രദ്ധിച്ചില്ല, ചെറിയൊരു ക്രക്രുണ്ട്. എന്താണ് പോവാ? ആള് പോവാൻ വേണ്ടിട്ട് റെഡിയായി നിൽക്കണ്ട കേട്ടാ. എന്താ വിളിക്കാണ്. എടുക്കാട്ടാ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടാ. അതെന്താണെന്ന് നമുക്ക് അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇനി പിന്നെ ഇപ്പൊ ഈ കാണുന്ന ചിരിയൊന്നും ഉണ്ടാവില്ല, കുറച്ച് കരയേണ്ടി വരും അല്ലേ? അതെ, കുറച്ച് കരയേണ്ടി വരും. ഇനി അമ്മ കരയോ കുട്ടി കരയോ ആരൊക്കെ കരയോന്നൊരു പിടിയില്ല. നമുക്ക് പോവാ പോവാ, ടാറ്റ പോവാ, ടാറ്റ പോവാ, ടാറ്റ പോവാ നമുക്ക്. നീ വരണ്ടാ? നീ ടാറ്റ വരുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ കാറിൽ പോവാ നമുക്ക്. പോവാ. ഓ പരി, ഓ പരി, ഓ പരി. നമുക്ക് പോണ്ടേ, സുന്ദരിയാവണ്ടേ? ആണോ? സുന്ദരിയാവണം നമ്മള്, ചന്തക്കരിയാവണ്ടേ? പോവാ നമുക്ക്. എന്തൊക്കെയോ റെഡി, പോവാ, പോവാ. അവള് ഹാപ്പിയാണ്. എന്നാ പോവാട്ടെ, ഞാൻ കുറച്ച് ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇറങ്ങാം അല്ലേ? ഞാൻ ഓക്കെ അല്ലേ? ശരി, ഞാൻ ആ ബാഗിൽ കുറച്ച് സാധനങ്ങളാക്കട്ടെ കേട്ടോ. എൻ്റെ ഹാൻഡ് ബാഗ് എവിടെ? കുഞ്ഞിപ്പെണ്ണേ, പോവാ നമുക്ക്. ഇതെവിടെ നോക്കി, ഇങ്ങോട്ട് നോക്ക്. പാവക്കുട്ടി, കുഞ്ഞിപ്പെണ്ണേ, എവിടെ നോക്കണ് നീ? എവിടെ നോക്കണ്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ക്യാമറയ്ക്ക് ഇപ്പൊ തന്നെ പോസ് ചെയ്യാൻ തുടങ്ങിട്ടാ. ആള് ക്യാമറയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായി പോവാ? പോവാ. ഭയങ്കര ചൂടിന്ന്, ഭയങ്കര വെയിലാണ് അല്ലേ? എനിക്ക് എവിടെ പോകും? മഴക്കാലമാണോ അതോ വേനൽക്കാലമാണോ? ഇപ്പോഴും എന്റെ ഹെയർ സെറ്റ് ആവണില്ല. ശരി, പോവാ. റെഡി അല്ലേ? കുഞ്ഞിപ്പെണ്ണേ, പോവാ. ടാറ്റ പോവാ. എടുത്തോ എടുത്തോ എടുത്തോ. ഇന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ ദിവസമാണ് അല്ലേ? ഗൈസ്, ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ് നല്ല ആക്റ്റീവ് ആണ് അല്ലേ? എവിടെ നോക്കട്ടെ, ഇത് വാ. എവിടേക്ക് പോകണമെന്നറിയോ? നിന്നെ സുന്ദരിയാക്കാനാണ്
അല്ലേ? സുന്ദരി കുട്ടിയാക്കാൻ പോവാണ് അല്ലേ? അല്ലേ? പോവാ പോവാ പോവാ, നമുക്ക് പോവാ. ടാറ്റ പോവാ. ബൈ ബൈ പോവാ. ടാറ്റ പോവാ. കാട്ടില് ഇന്ന് സുന്ദരി കുട്ടിയാക്കാൻ പോവാണ്. ചെറിയൊരു കരച്ചിലോടെ ഇട്ടു അല്ലേ? അതെ, പോവാന്നാ. ഓക്കെ, അപ്പോ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്കാണ് കാതുകുത്താൻ വന്നിരിക്കുന്നത്. പാവണ്ട ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് ഒന്നും അറിയാതെ എങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ. പോയപ്പോൾ തന്നെ അവര് കാതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനും ആയി. ഇനി അവൾ എത്രത്തോളം കരയുമെന്ന്. അവള് കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫ് എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കണ്ടായിരുന്നു. കൂടെ തന്നെ അവളും ചിരിക്കണ്ടായിരുന്നു കേട്ടോ. കാതുകുത്തുന്നതിൻ്റെ മുമ്പ് ഒരു ജെല്ലാണ് അവർ തേക്കുന്നത്. അത് എന്തിനാണ് വെച്ചാൽ കുറച്ച് പെയിൻ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്കാണ് ഓവർ ടെൻഷനായത്. കാരണം ഇവൾ എത്രത്തോളം കരയോ എന്ന്. ആ ജെല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇനിയാണ് മാർക്ക് ചെയ്യാൻ പോണത്. കൂടെ തന്നെ ആ സ്റ്റാഫ് എന്തൊക്കെയൊക്കെയോ പറയണത് കേട്ട് അവൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവള് സൈലന്റ് ആയി ഇരിക്കുന്നത് ഇനി കരയാനാണ്. അത് ഓർത്താണ് എനിക്ക് ഒരുപാട് ടെൻഷൻ. അമ്മന്റെ മടിയിൽ വെച്ചിട്ട് കുഞ്ഞിന് കാത് കുത്തുമ്പോൾ ആ കുഞ്ഞിന് വേദന കുറച്ച് കുറയുമെന്നാണ് പറയുന്നത്. കൂടുതൽ റീൽസിലും വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മന്റെ മടിയിൽ വെച്ചിട്ട് കാത് കുത്തുന്നത്. അപ്പം ഗൈസ് ഇപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാത് കുത്താം. ഗായ്സ് എങ്ങനെയുണ്ട് എന്നെ കാണാൻ കമ്മലിട്ടപ്പോൾ എന്നാണ് അവൾ ചോദിക്കുന്നത്. പിന്നെ കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൾ എണീറ്റപ്പോൾ നല്ല ഉഷാറായി, ചിരിയായി, അങ്ങനെ കളിയും ആയി. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുപെണ്ണ് കമ്മലിട്ട് സുന്ദരി കുട്ടിയായി. ഗൈസ്, അപ്പൊ ഞങ്ങൾ വീട് എത്തിയിരിക്കുകയാണ്. കാതൊക്കെ കുത്തി കുട്ടി സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആള്. അപ്പൊ ആളുടെ ഫേസ് ഒന്ന് കാണിച്ചു തരാം കേട്ടാ. കാത് കുത്തിയിട്ട് ഫസ്റ്റ് ടൈമാണ്. ഉറക്കത്തിലാണ് ആള്. കുഞ്ഞിപ്പെണ്ണേ ഇവിടെ ഇവിടെ. അയ്യോയ്യോ ഡാ 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 ഇവിടെ ഇവിടെ ഇവിടെ. അവള് ഉറങ്ങി. ആള് ഉറക്കമായിട്ടാ. അപ്പൊ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എത്ര കരഞ്ഞെന്ന്. അപ്പോ കരച്ചിലിന്റെ അടിയില് അമ്മയും കരയുണ്ടായിരുന്നു. അല്ല, എനിക്ക് കരച്ചില് വന്നു, പക്ഷെ ഞാൻ അങ്ങനെ പിടിച്ചു നിന്നതാണ്. എന്താ വെച്ചാൽ കാത് കുത്തലല്ലേ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെ അത് നമ്മൾ ഫീഡ് ചെയ്തപ്പോ കരച്ചിൽ അങ്ങനെ മാറി, പിന്നെ ഉറങ്ങി. അപ്പൊ അങ്ങനെ സെറ്റായി. പിന്നെ ഇപ്പൊ ഒരു കുറച്ച് ടൈമിലൊരു കരച്ചില്, അത് കഴിഞ്ഞപ്പോ പിന്നെ ശരിയായി, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോഴൊന്നും പ്രശ്നം തോന്നിയില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കിയാലും അങ്ങനെ കരച്ചിലൊന്നും ഇല്ല. ഉറങ്ങി. പൊതുവെ ഇപ്പൊ എല്ലാവരും ഗണ്ണാണല്ലോ യൂസ് ചെയ്യണത്. ഗണ്ണ് നല്ല ഗുണങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് അതും കൂടി കാത് കുത്തണം പറഞ്ഞിട്ട് കുറേ ആയി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് എന്താണെങ്കിലും അത് ചെയ്യണം. നമ്മൾ 56 കുത്താന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ ആ സമയത്ത് വാക്സിൻ ഒക്കെ എടുത്ത സമയത്ത് ചെറിയ പനിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഒരു ഡിസ്റ്റർബ് ആവേണ്ട പറഞ്ഞിട്ടാണ് നമ്മള് അന്ന് കുത്താണ്ടിരുന്നത്. അപ്പൊ ഇന്ന് എന്താണെങ്കിലും കുത്തണം വെച്ചിട്ട് കുത്തി. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറ്റാം അല്ലേ. നമുക്ക് കമ്മലൊക്കെ മേടിച്ച് സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ് അതായിരുന്നു. അപ്പോൾ ഇതിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഗോൾഡ് ഇടണം. അപ്പോൾ ഗോൾഡ് മേടിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇനി ഞാൻ എത്ര കരയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ഞാൻ പിടിച്ചു നിന്നു കരയാതെ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ കുഞ്ഞുമാവിൻ്റെ ഇനി കുറേ വ്ളോഗുകൾ അടുത്തടുത്ത് വരാൻ പോകുന്നുണ്ട്. അവള് ഇനി കുറച്ചും കൂടി ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരോ മാസങ്ങൾ ഓരോന്ന് അവള് കാണിക്കുന്നുണ്ടാവും. അതൊക്കെ ഞങ്ങൾ വ്ളോഗിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വാച്ച് ചെയ്യുക കേട്ടോ. എല്ലാവരും വാച്ച് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം. ഉണ്ണി ഉറക്കത്തിലായതുകൊണ്ട് പിന്നെ രക്ഷയില്ല. ബൈ ബൈ കുഞ്ഞുമണി, ബൈ ബൈ. നല്ല ഉറക്കത്തിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.